പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ പറഞ്ഞ മൊഴികളെ കുറിച്ചാണ്. രണ്ട് മൊഴികൾ നാം ശ്രദ്ധിച്ചു. ഒന്നാമതായിട്ട് യേശു തന്റെ ചുറ്റുപാടും നിൽക്കുന്ന ദുഷ്ടരായ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. രണ്ടാമതായി തന്റെ അടുക്കൽ അവസാന നിമിഷത്തിലാണെങ്കിലും മാനസാന്തര മനോഭാവത്തോടെ തന്നെ രാജാവായി അംഗീകരിച്ച മനുഷ്യനെ അംഗീകരിച്ച സമയത്ത് തന്നെ അവൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ അനുഗ്രഹം കൊടുത്ത് യേശുവിനോടൊപ്പം പ്രതീക്ഷയിലേക്ക് കടന്നു പോകുവാനിടയാക്കി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ പ്രസിദ്ധമായ വേദഭാഗമാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ യേശു കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. അതിന്റെ 45 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമാ സബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ച് എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. ഇവിടെ വലിയൊരു ഇരുട്ടുണ്ടായി. ആ ഇരുട്ട് ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു പ്രവൃത്തിയായിരുന്നു. കാരണം ഇത് രാത്രിയുടെ സമയത്തല്ല, പകലിന്റെ സമയത്ത് ഏകദേശം സന്ധ്യയോട് അടുക്കുന്നതിന് മുൻപ് വലിയ ഇരുട്ടാണ്. ആ ഇരുട്ടിൽ യേശു പിതാവിനോട് പ്രാർത്ഥിക്കുക. ദൈവമേ എന്ന് യേശു പറഞ്ഞ ആദ്യത്തെ പദമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ പിതാവേ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദൈവമേ എന്ന നിലയിൽ താൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന 22-ാം സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ടാണ്. ബാക്കി എങ്ങും ദൈവമേ എന്ന് പറഞ്ഞ് താൻ പ്രാർത്ഥിക്കുന്നില്ല. എപ്പോഴും ഒരു വലിയ ബന്ധത്തിലായിരുന്നു താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഇരുട്ടിന്റെ സമയത്ത് യേശു ദൈവത്തെ വിളിക്കുകയാണ്. അപ്പോൾ അതിനെ രണ്ട് വിധത്തിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഒന്ന്, അക്ഷരീയമായിരുന്നിട്ട് കൂരിരുട്ടാണ്. രണ്ട്, തന്റെ ചുറ്റുപാടും അന്ധകാര ശക്തിയുടെ ഒക്കെ പാട് ഉള്ളൊരു ഇരുട്ട് എന്ന് നമുക്കതിനെ കാണാം. അതിന്റെ കാരണം യേശു കാൽവറി ക്രൂശിൽ മരിച്ചാൽ എല്ലാം തീരുമെന്നായിരിക്കാം പിശാച് വിചാരിക്കുന്നത്. പിശാചിന് ദൈവപദ്ധതി എല്ലാം അറിയില്ലല്ലോ. അതുകൊണ്ട് അവര് ചിലപ്പോൾ യേശുവിന് ചുറ്റും, കാരണം സങ്കീർത്തനക്കാരൻ പറയുന്നത് യേശുവിന്റെയും ജീവിതത്തിൽ അനുഭവം ആണെങ്കിൽ ഭാഷാൻ കുറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു, ഭവിഷ്യതയോട് അലറുന്ന സിംഹം പോലെ അവരെ നേരെ വായി വിളക്കുന്നു എന്നൊക്കെ 28-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ അന്തരീക്ഷം താനും അനുഭവിക്കുന്നുവെങ്കിൽ അതൊരു വളരെ പ്രശ്നമുണ്ടാക്കുന്ന അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമായിരിക്കാം. അപ്പോൾ യേശു ക്രിസ്തു തന്റെ ദൈവത്തെ ദൈവമേ നീ എന്നെ കൈവിട്ടതേ എന്ത് എന്ന് ചോദിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. അതിന്റെ കാരണം മനുഷ്യരായിരിക്കുന്ന നമ്മൾക്ക് എപ്പോഴും ദൈവ സാന്നിധ്യത്തിന്റെ ആ അനുഭവം അനുഭവിച്ചറിയുവാൻ കഴിയാത്തവരാണ്. ഉടനെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വിരോധമായി ദൈവ സാന്നിധ്യം നാം അനുഭവിക്കാത്തപ്പോൾ നമുക്കും ഇതുപോലെ വിലപിക്കുന്നതിൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ ഒരു അനുഭവം വന്നാൽ, പൂർണ്ണ മനുഷ്യനായ ക്രിസ്തുവിന് അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എത്രയധികം ഉണ്ടാകാനിടയില്ല. അത് നമ്മളെ ശക്തീകരിക്കും. എന്തായാലും നമ്മളെ തീരെ മോശമല്ല എന്നുള്ള അർത്ഥത്തിൽ നമുക്കൊക്കെ ഈ അനുഭവം ഉണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട്, നമ്മൾ ഉപവസിച്ചിട്ട്, കർത്താവിന്റെ സന്നിധാനത്തിൽ യഥാർത്ഥത്തിൽ ജീവിച്ചിട്ട് ദൈവപ്രവൃത്തിയോ ദൈവ സാന്നിധ്യമോ നമ്മുടെ ആത്മാവിലോ ശരീരത്തിലോ രുചിച്ചറിയുവാൻ കഴിയാത്ത സന്ദർഭങ്ങൾ ഒരുപാട്. ഇവിടെ യേശുവിന് ഒരിക്കൽ മാത്രമേ സംഭവിച്ചുള്ളൂ. കാരണം പിതാവായ ദൈവം ലോകത്തിന്റെ സകല പാപങ്ങളും തന്റെ മേൽ ഇട്ടപ്പോൾ പാപിയായ മനുഷ്യന്റെ സകല പാപവും പേറിക്കൊണ്ട് ജീവിക്കുമ്പോൾ ആ പാപത്തെ, അതിന്റെ കാഠിന്യത്തെ, അതിന്റെ വലിപ്പത്തെ കാൾ അധികമായി തന്റെ പുത്രൻ, വിശുദ്ധനായ ദൈവപുത്രൻ പാപമാക്കിയപ്പോൾ
താൻ മുഖം മറച്ചത് ഒരു വലിയ പ്രശ്നമായി നാം കാണും. അതാണ് യേശു പറയുന്നത്. കാരണം ഒരിക്കൽ പോലും പിതാവിന്റെ സാന്നിധ്യമില്ലാതെ യേശു ജീവിച്ചിട്ടില്ല. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു പറയുന്നു, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, അവന് പ്രസാദമുള്ളത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. 29, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. നോക്കൂ, അപ്പോൾ ദൈവവും യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യൻ എന്ന നിലയിൽ എല്ലാ സന്ദർഭങ്ങളിലും പിതാവിന്റെ ഇഷ്ടം മാത്രം ചെയ്ത് പിതാവിന് പ്രസാദമുള്ളതും എല്ലാം ചെയ്ത് ജീവിക്കുന്നു. അത് ആരെല്ലാം ഇതിന് നിന്നാലും ആർക്ക് സന്തോഷമല്ലെങ്കിലും തന്നെ അയച്ച ഉദ്ദേശപ്രകാരം എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം യേശു ചെയ്തു എന്നാണ് വേദപുസ്തകം പറയുന്നത്. മറിയം എന്ന് പറയുമ്പോൾ പോലും അത് പ്രവർത്തിക്കുവാനുള്ള ഒരു സമയം അവിടെ ആയിട്ടില്ല എന്നുള്ളതിൽ പോലും പിതാവ് തനിക്ക് വേണ്ടി വച്ചിരിക്കുന്ന സമയമായിട്ടില്ല എന്ന് പോലും താൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് അത് പെട്ടെന്ന് സമയമായില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സമയമായത്? ആ മറിയയുടെ വാക്കായിരിക്കാം. എന്താ മറിയയുടെ വാക്ക്? അവൻ പറയുന്നത് എന്തും ചെയ്യുവാൻ നാം വില്ലിങ് ആകുന്നവരെ ദൈവത്തിന്റെ സമയമാകും. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടമല്ല, അവൻ എന്ത് പറഞ്ഞാലും അംഗീകരിക്കുവാൻ ഒരു കൂട്ടം ജനങ്ങൾ തയ്യാറായാൽ അതെന്താണ്? ദൈവത്തിന്റെ സമയം. നമ്മളൊക്കെയും ദൈവ സമയം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇഷ്ടമാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അങ്ങനെ വേണമേ, എനിക്കിങ്ങനെ ചെയ്ത് തരണമേ, ഇതാണ് എൻ്റെ ആഗ്രഹം, ഇതാണ് എൻ്റെ വിഷൻ എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മറിയ പക്ഷെ എന്താ പറഞ്ഞത്? എന്നെ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്ത് പറഞ്ഞാലും ചെയ്യും. അപ്പോൾ അവൻ പറയുന്നത് എന്തേ ഉള്ളൂ? ദൈവ ഇഷ്ടം മാത്രമേ പറയുള്ളൂ, ദൈവ സാന്നിധ്യത്തിൽ ഉള്ള കാര്യമേ പറയുള്ളൂ. അത് അവൻ ഏറ്റെടുത്തു. അപ്പോൾ ദൈവപ്രവൃത്തി അവിടെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം, സമയം പോലും കൃത്യമായി തന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നതിൽ നിന്ന് മാറി ഒന്നും ചെയ്യുവാൻ യേശു ആഗ്രഹിച്ചില്ല. ജനങ്ങളെല്ലാം തനിക്കെതിരെ കൂടിയപ്പോൾ അവൻ പാപികളുടെ കൂടെ ഭക്ഷിക്കുകയും അവനെ സ്വീകരിക്കുകയും ചെയ്യുന്നത് മറ്റുള്ളവർക്ക് പിടിച്ചില്ല. അപ്പോഴും യേശു അതിനെ നീതീകരിച്ചുകൊണ്ട് 3 എന്ത് പറഞ്ഞു? ഉപമകൾ പറഞ്ഞു. 100 ആട് 100-ൽ 99 വിട്ടിട്ട് ഒന്നിനെ തേടി പോകുന്നത്, 10 ദ്രഹ്മയും 1 ദ്രഹ്മ അടിച്ചു വാരി കിട്ടി എല്ലാവരും വിളിച്ചു കൂട്ടി സന്തോഷിക്കുന്ന സ്ത്രീ മടങ്ങി വന്ന മകനിൽ സന്തോഷിച്ച് അവന് വേണ്ടി സദ്യ ഒരുക്കുന്ന പിതാവ്. അപ്പോൾ ആവശ്യക്കാരനും വെളിയിലുള്ളവർക്കും നഷ്ടപ്പെട്ടവർക്കും ഒക്കെയാണ് കർത്താവിന് പ്രാധാന്യം കൊടുത്തത് എന്ന് അവരുടെ മുമ്പിൽ യേശു ധൈര്യമായി പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നോ തന്റെ റെപ്യൂട്ടേഷൻ എങ്ങനെയായി തീരുമെന്ന് ഒന്നും വിചാരിക്കാതെ എപ്പോഴും എന്ത് ചെയ്തു? ദൈവത്തിന് പ്രസാദമുള്ളത് യേശു ചെയ്തു. ഇവിടെ താൻ പറയുന്നത്, ഞാൻ അവനെ പ്രസാദമുള്ളത് എല്ലായ്പ്പോഴും ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നോട് എല്ലായ്പ്പോഴും കൂടെയുണ്ട്. എന്നാൽ കാൽവരി ക്രൂശിൽ വെച്ച് പ്രസാദമുള്ളതല്ലേ ചെയ്യുന്നത്? തീർച്ചയായും. എന്നാൽ പാപമാക്കിയപ്പോൾ അവൻ തന്നെത്താൻ ലോകത്തിന്റെ പാപത്തെ മുഴുവൻ ചുമന്നൊഴിച്ചപ്പോൾ ഈ അന്ധകാരത്തിൽ ആ പാപമാക്കിയ സ്ഥിതിക്ക് യേശു നിലവിളിക്കുകയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. അതിന്റെ അർത്ഥം പിതാവ് തന്നെ കൈവിട്ടൊന്നുമില്ല. മാനുഷികമായുള്ള തന്റെ സംഘർഷവും ആ ചിന്താഗതിയില്ല. അതാണ് ഞാൻ പറയുന്നത്. ദൈവം ഒരു നാളും ആരെയും കൈവിടുന്നില്ല. പാപമായാൽ പാപിയാണെങ്കിൽ കൈവിടുന്ന പ്രശ്നമില്ല. എല്ലായ്പ്പോഴും ദൈവ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. കാരണം എന്താ? ഞാനിപ്പോ അങ്ങ് പാപം ചെയ്തത് കൊണ്ട് എന്നെ കൈവിട്ടോ? വേദപുസ്തകം പറയുന്നത്, ഞാൻ നരകത്തിൽ പോയാൽ അവിടെയും ആരുണ്ട്? നീ അവിടെയുണ്ട്. അപ്പോൾ പിശാചിന്റെ ശ്വാസസ്ഥലമായ നരകത്തിൽ ചെന്നാൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ദൈവമില്ലാത്തൊരു സ്ഥലമില്ല എന്നതിന്റെ അർത്ഥം.
അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ അത് രുചിച്ചറിയുന്നില്ല, ഗ്രഹിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ മനുഷ്യനായ യേശു പാപത്തെ പേറിക്കൊണ്ട് മരിക്കുന്ന ഉടനെ താൻ ഫോക്കസ് ചെയ്യുന്നത് ആ ക്രൂശീകരണം ആയതുകൊണ്ടാണ് ദൈവ സാന്നിധ്യത്തെ കുറിച്ച് താൻ വിലപിക്കുന്നത്. അത് എനിക്ക് വലിയ ഉത്തേജനമാണ്. ബാക്കിയുള്ളവരെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. എന്റെ ജീവിതത്തിൽ അതൊരു വലിയ സന്തോഷം. എന്തേ, ഏത് സമയത്തും നമുക്ക് നമ്മളുടെ യഥാർത്ഥ അവസ്ഥ ദൈവസന്നിധാനത്തിൽ പറയാൻ ദൈവം നമുക്ക് അവസരം നൽകുകയാണ്. മൂടി വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹൃദയത്തിൽ ഫീൽ ചെയ്യുന്നത്, നാം അനുഭവിക്കുന്നത് ദൈവസന്നിധാനത്തിൽ പറയുമ്പോൾ അത് ദൈവം അംഗീകരിക്കുകയും കേൾക്കുകയും നമ്മെ തള്ളിക്കളയാതിരിക്കുകയും ചെയ്യും. അതാണ് സങ്കീർത്തനത്തിന്റെ വിജയം. ബാക്കിയുള്ളിടത്തെല്ലാം നമ്മൾ മുഖംമൂടി വെക്കും. നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതുപോലെയുള്ള സങ്കീർത്തനം എഴുതി വെക്കുമോ? നമ്മളിലൂടെയാണ് ദൈവാത്മാവ് പറഞ്ഞിരുന്നാൽ പോലും കുറച്ചൊക്കെ നമ്മൾ മൂടി വെക്കും. കാരണം നമുക്ക് ഒരു നല്ല മുഖം കാണിക്കാം. യോബ് പോലും പറയുന്നുണ്ട്, നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്റെ യൗവനത്തിലെ പാപങ്ങൾ ഓർത്തിട്ടാണ്. അങ്ങനെയാണല്ലോ അല്ലേ? നോക്കിയേ, 13-ാം അധ്യായത്തിൽ താൻ പറയാ, എന്റെ യൗവനത്തിലെ അകൃത്യങ്ങൾ എന്നെ അനുഭവിക്കുമാറാക്കുന്നു. 26-ാം വാക്യം, കൈപ്പായുള്ളത് നീ എനിക്ക് എഴുതി വെച്ച് എന്റെ യൗവനത്തിലെ അകൃത്യങ്ങൾ എന്നെ അനുഭവിക്കുമാറാക്കുന്നു. എന്റെ കാൽ നീ ആമത്തിലിട്ട് എന്റെ നടപ്പൊക്കെയും കുറിച്ചു വെക്കുന്നു. എന്റെ കാലടികളുടെ ചുറ്റും വരവരയ്ക്കുന്നു. നമ്മൾ ആരെങ്കിലും പറയുന്നു, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതെന്റെ യൗവനത്തിലെ പാവമാണെന്ന് നാം പറയുന്നു. ദാവീദ് പറയുന്നുണ്ട്, ദാവീദും പറയുന്നുണ്ട്, എന്റെ യൗവനത്തിലെ പാവങ്ങളൊന്നും ഓർക്കരുതേ എന്ന്. അപ്പോൾ അവരെല്ലാം എന്തു ചെയ്യാം? ബലഹീനത വരാൻ സാധ്യതയുള്ള ആ കാലഘട്ടത്തിൽ ചിന്തയിൽ, പ്രവൃത്തിയിൽ, വാക്കിൽ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു എന്നുള്ള ബോധ്യത്തിൽ നീതീകരിക്കാതെ ദൈവസന്നിധാനത്തിൽ തുറന്നു പറയുന്ന ഒരവസ്ഥ വിശുദ്ധന്മാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കുന്നത് നമ്മൾക്ക് നമ്മളുടെ ഫീലിംഗ്, നമ്മളുടെ ചിന്താഗതി, നമ്മളുടെ ഇമോഷൻ, നമ്മളുടെ എല്ലാ ആ കാര്യങ്ങളും വിലാപങ്ങളും നമുക്ക് തുറന്നു പറയാൻ കഴിയുന്ന ഒരു സ്ഥലവും, അത് മനസ്സിലാക്കുന്ന ഒരു ദൈവവും, അത് പറഞ്ഞതുകൊണ്ട് നമ്മെ തള്ളിക്കളയാത്ത ദൈവത്തിന്റെ മനോഭാവവുമാണ് ഈ ഭാഗത്ത് കാണുന്നത്. പുത്രനാണെങ്കിലും എന്ന ഒരു വാക്യമുണ്ട്. എവിടാ? എബ്രാഹിം ലേഖനത്തിൽ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാണ് എന്തായി? അവൻ പെർഫെക്റ്റ് ആയില്ല. നോക്കിക്കേ, വായിച്ച് എബ്രാഹിം ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ. അപ്പോൾ പുത്രനായതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ട് എന്ന് നാം വിചാരിക്കുന്നെങ്കിൽ അബദ്ധമാണ്. ദൈവം എന്നുള്ള നിലയിൽ താൻ അത്ഭുതങ്ങളൊക്കെ ചെയ്തതിൽ ഒന്നും നമുക്ക് അത് നമ്മുടേതായ ജീവിതശൈലിയായിട്ട് എടുക്കാൻ പറ്റത്തില്ല. കാരണം താൻ ദൈവവും മനുഷ്യനുമായിരുന്നു. ദൈവം ആയപ്പോൾ വെള്ളത്തിന് മുകളിൽ നടന്നു, നമുക്ക് നടക്കാൻ പറ്റത്തില്ല. ദൈവമായപ്പോൾ കാറ്റിനോട് നിൽക്കേ എന്ന് പറയണം, നിന്നു. ദൈവം എന്നുള്ള നിലയിൽ താൻ കൽപ്പിച്ചു. എന്നാൽ മനുഷ്യൻ എന്ന നിലയിൽ താൻ ജനിച്ചപ്പോൾ തുടങ്ങി നമുക്കൊക്കെ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ദൈവം പറഞ്ഞു. ഓടിപ്പോകാൻ പറഞ്ഞു. കുഞ്ഞിനെയും അമ്മയും എടുത്ത് കൊണ്ട് ഓടിപ്പോകാനാ പറഞ്ഞേ. ആ യോസഫിനോടെ ഒരു ദൂതനെ വിട്ട് സംരക്ഷണ ചെയ്യുകയോ, അല്ലെങ്കിൽ മടങ്ങി വന്നപ്പോൾ അവർക്ക് ഭയമുള്ളപ്പോൾ എന്തിനാ ഭയപ്പെടുന്നത്? ഇവിടെ തന്നെ പാർത്തോ, യഹൂദ്യർ തന്നെ പാർത്തോ എന്നൊന്നും ആര് പറഞ്ഞില്ല? കർത്താവ് പറഞ്ഞില്ല, ദൈവം പറഞ്ഞില്ല. ഭയപ്പെട്ടിട്ടാ എങ്ങോട്ട് പോയെന്നാ എഴുതിയിരിക്കുന്നത്. എവിടെ പോയി പാർത്തത്? നസറേത്തിൽ പോയി പാർത്തത്. മിസ്രൈമിലല്ല, നസറേത്തിൽ പോയി പാർത്തത്. വായിച്ചു നോക്കി. ഇതൊക്കെ നമ്മൾ ഈ വായിക്കുന്നുണ്ടെ അവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം. നമ്മൾ എബ്രാഹിം ലേഖനം വായിക്കുന്നതിന് മുമ്പ് നമുക്ക് അത് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അതിന്റെ 20-ാം വാക്യം. ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചു പോയത് കൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞു. ഇസ്രായേലിലേക്ക് മടങ്ങി പോകാനേ പറഞ്ഞു. അപ്പൊ എവിടേക്ക് പോകാൻ പറഞ്ഞില്ല. അപ്പൊ അടുത്ത വാക്യം, എന്നാൽ യഹൂദിയിൽ അർക്കലയോസ് തന്റെ അപ്പനായ
ഹെരോദാവിന് പകരം വാഴുന്നു എന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു. സ്വപ്നത്തിൽ അള്ളപ്പാടുണ്ടായിട്ട് ഗലീലാ പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. അവൻ നസ്രേത്ത് എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അളി ചെയ്ത് നിവൃത്തിയാകുവാൻ തക്കവണ്ണം നസ്രേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പറഞ്ഞു. അപ്പോൾ ഭയം കൊണ്ട് അവൻ എങ്ങോട്ട് പോയി? ഗലീലയിലേക്ക് പോയി. അതിൽ ഒരു ഗ്രാമം അവൻ തെരഞ്ഞെടുത്തു. അപ്പോൾ എവിടാ ജനിച്ചത്? ബേത്ലഹേമിൽ. വളർന്നത് നസ്രേത്ത്. അപ്പൊ അതിന്റെ പിന്നിൽ ഒരു ഭയം എന്നുള്ളൊരു ഘടകം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയാൻ പറ്റുന്നത്. പറഞ്ഞ മനസ്സിലായി? അത് ദൈവം ഉപയോഗിച്ചു. എന്തിന്? നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് വേദപുസ്തകത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. അതൊരു പ്രവാചകനോ ആരെങ്കിലും വാമൊഴിയായി പ്രവചിച്ചതായിരിക്കാം. കാരണം വേദപുസ്തകത്തിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ അവനെ കുറിച്ച് ഏതെങ്കിലും പ്രവാചകന്മാർ വാമൊഴിയായി പറഞ്ഞത് ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാ യഹൂദന്മാർ എഴുതി വെക്കണമെന്നില്ല. അവരവരുടെ മക്കളെ ഇങ്ങനെ വരമൊഴിയായും വാമൊഴിയായും കാര്യങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. അതിലൊരു കാര്യം പോലും ഇല്ലാതെ വരാതിരിക്കാൻ ദൈവം അങ്ങോട്ട് നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഭയത്തെ പോലും ദൈവം എന്ത് ചെയ്യും? മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും അത് ദൈവോദ്ദേശത്തിനായി വേർതിരിക്കുകയും ചെയ്യും. അത് നമ്മൾ പറഞ്ഞു പോകുന്നത്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ദൈവം ആരാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചാൽ മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ ശക്തിയും നമ്മളോടുള്ള കരുണയും നമുക്ക് വേണ്ടി അവൻ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് നല്ല ബോധ്യമുണ്ടെങ്കിൽ ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപിക്കുന്നു. അല്ലെങ്കിൽ നമുക്കൊക്കെയും എന്നുണ്ടാകും പിറുവിറുപ്പുണ്ടാകും. പക്ഷെ ആ പിറുവിറുപ്പും ദൈവം മനസ്സിലാക്കുന്നു എന്നാണ്. ഇവിടെ നമ്മുടെ വാക്യത്തിൽ നിന്നും നമ്മൾ മാറിപ്പോകരുത്. മനുഷ്യൻ എന്ന നിലയിൽ താൻ സംബോധന ചെയ്യുന്ന ഒരേ സമയത്ത് ഒരൊറ്റ സമയം ഇതാണ് ദൈവം എന്ന് വിളിക്കുന്നത്. നസ്രായത്തിൽ നിന്ന് ജനിച്ചു, അവനെ ഫോളോ ചെയ്യുന്നവർ നസ്രായൻ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നസ്രായനെ ഫോളോ ചെയ്യുന്നവർ വെറുതെ നമ്മൾ അങ്ങനെ വിളിക്കുന്നതേ ഉണ്ടല്ല. അതിപ്പോൾ ക്രിസ്ത്യാനി നസ്രയത്തുകാരൻ എന്നുള്ളതിന്റെ അർത്ഥത്തിൽ അവനെ ഫോളോ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു എന്നല്ലാതെ അതിന് വേറെ അർത്ഥമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വിഷയം യേശു ക്രിസ്തു മനുഷ്യനായി അന്ധകാരത്തിൽ കിടന്നപ്പോൾ ദൈവ സാന്നിധ്യം തനിക്ക് ഉണ്ടായിരുന്നതുപോലെ ഗ്രഹിക്കാൻ കഴിയാഞ്ഞപ്പോൾ താൻ നിലവിളിച്ചത് ദൈവം അതേ രീതിയിൽ എഴുതിയിട്ടുണ്ട്. അത് മനുഷ്യനായ ദാവീദിന് ഉണ്ടായത് പൂർണ്ണ മനുഷ്യനായ യേശുവിനും അനുഭവിക്കുവാൻ കഴിഞ്ഞപ്പോൾ ആദ്യം 22-ാം സങ്കീർത്തനം മനുഷ്യനായ ദാവീദാണ്. ദാവീദ് എന്തോ പറയുന്നത്? ഒരു ദിവസം ഞാൻ ശൗലിന്റെ കയ്യിൽ വീണ് മരിക്കേ ഉള്ളൂ എന്ന് താൻ നിരൂപിച്ചു. ദൈവ സാന്നിധ്യവും ദൈവശക്തിയും ദൈവത്തിന്റെ ആത്മാവും ദൈവിക പ്രവർത്തനവും ഒക്കെ ഉണ്ടായിട്ടും താനും എന്ത് വിചാരിച്ചു? തന്റെ ജീവിതത്തിൽ ദൈവം തന്നെയോട് പറഞ്ഞതൊക്കെയും യാഥാർത്ഥ്യമാക്കിയെടുക്കുവാൻ കഴിയാതെ താൻ പട്ടുപോകുന്നുവെന്ന് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ താൻ പറഞ്ഞുപോയി. അപ്പോൾ ദാവീദായാലും യോബായാലും ആര് തന്നെയായാലും പറയുന്നത് യേശുവും പറയും മനുഷ്യൻ എന്ന നിലയിൽ. അത് നമ്മളും പറയും. അപ്പോൾ നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. അതൊക്കെയും നാം പറഞ്ഞതുകൊണ്ട്, നാം ചിന്തിച്ചതുകൊണ്ട് ദൈവം നമ്മെ എന്ത് ചെയ്യില്ല? തള്ളിക്കളയുകയില്ല. അബ്രഹാം വിചാരിച്ചു ദൈവം വിളിച്ചതാണ്, ദൈവം നടത്തിയതാണ്, അതുകൊണ്ട് ദൈവം എന്നെ നടത്തും എന്നല്ല വിചാരിച്ചത്. പിന്നെ എന്താ വിചാരിച്ചത്? ഇവരെന്നെ കൊല്ലും, അല്ലേ? ദൈവ സാന്നിധ്യത്തിന്റെ വലിപ്പം താൻ മറന്നുപോയി. ദൈവത്തിന്റെ പദ്ധതി താൻ വിട്ടുപോയി. ഞാൻ പലപ്പോഴും ചിലരോടൊക്കെ ചോദിക്കാറുണ്ട്, ഈ കുടുംബത്തിലൊക്കെ പ്രോബ്ലം ഉള്ളവരോട്, എത്ര സ്ത്രീകൾ അബ്രാഹാമിന്റെ കൂടെ പിന്നെ പോയി താമസിക്കും? ഇവിടെ ആരെങ്കിലും ഭാര്യമാരാണെങ്കിൽ അബ്രാഹാമിന് പ്രശ്നമുണ്ടായി, ഇവിടെ താനെ എവിടുന്ന് വന്നു? തനിക്ക് ദേശത്തുനിന്ന് മിശ്രമിലേക്ക് വന്നു, നമ്മൾ കേരളത്തിൽ നിന്നും അമേരിക്കയിൽ വന്നു. സമ്മർദ്ദത്തിന്റെ സാഹചര്യത്തിൽ, അല്ലെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ഭാര്യയോട് പറയാ, ഓ അവരെന്നെ കൊല്ലും, അതുകൊണ്ട് നീ പോയി അവരുടെ കൂടെ പോയി താമസിക്കാൻ പറഞ്ഞിട്ട്
പിന്നെ രണ്ടാമത് വിളിച്ചോണ്ട് വന്നാൽ നിങ്ങൾ എത്ര പേര് എന്താ പറയും? അപ്പൊ നമ്മൾ ആ സാഹചര്യത്തെ അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കാത്തടത്തോളം കാലം അബ്രഹാം വലിയവനും അല്ലേ? നിങ്ങൾ ആരും ഉണ്ടാതിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ നാം എന്തോ ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരുമ്പോൾ നാം അത്രയൊന്നും ചെയ്യുമോ? എന്നിട്ടും ദൈവം തന്നെ മനസ്സിലാക്കിയെന്ന ഞാൻ പറയാൻ പറ്റുന്നത്. തന്നെ ഭക്തനായി അംഗീകരിക്കുകയും ഈ മനുഷ്യന്റെ കൂടെ താമസിച്ചിട്ടും എങ്ങനെ പാർത്തുന്ന ഈ സാറയെ കുറിച്ച് പറയുന്നത് മോഡലായ സ്ത്രീയായിട്ടാണ് പത്രോസ് പറയുന്നത്. അപ്പൊ ഇതിന്റെ 1, 4 പോയിട്ട് 100 നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മോഡലേക്ക് അങ്ങ് പോകും അല്ലേ? ഓക്കെ, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ അബ്രഹാമിനാണെങ്കിലും ദാവീദിനാണെങ്കിലും യോബിനാണെങ്കിലും ഹൃദയത്തിൽ ഭാരങ്ങളൊക്കെ വരുമ്പോൾ അതും ഇതും ഒക്കെ വിളിച്ചു പറയും. യോബ് പറയുന്നത് നോക്കിക്കേ, 3-ാം അധ്യായത്തിൽ തനിക്ക് ഈ കഷ്ടത വന്നപ്പോൾ താൻ ആദ്യം ദൈവത്തെ ശപിച്ചില്ലെങ്കിലും താൻ തന്നെ ശപിക്കുക. എന്താ യോബ് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ ജനിച്ച ദിവസവും ഒരാൺ ഉത്പാദിച്ചു എന്ന് പറഞ്ഞ് രാത്രിയും നശിച്ചു പോകട്ടെ അല്ലേ? പിന്നെ താഴോട്ട് നിങ്ങൾ വായിച്ചു നോക്കിക്കോ, അതിന് മുകളിൽ 11-ാം വാക്യം, ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞതെന്തായി. പിന്നെ അതിന്റെ 17-ാം വാക്യം, അല്ല 16-ാം വാക്യം, അല്ലെങ്കിൽ ഗർഭം അലസി പോയിട്ട് കുഴിച്ചിട്ട് കളഞ്ഞ പിണ്ഡം പോലെയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത പിള്ളകളെ പോലെയും ഞാൻ ഇല്ലാതെ പോകുമായിരുന്നു. താനും എന്തൊക്കെയാ പറയുന്നത്? ജനിച്ച ദിവസത്തെ അവസ്ഥകളെ ഒക്കെ എന്ത് ചെയ്യുക? ശപിക്കുക എന്ന് പറഞ്ഞാൽ പ്രാകുക. അതിൽ കുറഞ്ഞൊന്നും അല്ല തന്നെ ഇവിടെ ചെയ്യുന്നത്. കാരണം കഷ്ടത എത്ര വലുതാ. മക്കള് പോയി, മരുമക്കള് പോയി, കൊച്ചുകുഞ്ഞുങ്ങൾ പോയി, സ്വത്ത് പോയി, സകലതും പോയി. അപ്പൊ നന്നായിട്ട് ഇരിക്കണമെന്നൊക്കെ തിയോളജി പറയും എന്ന് പറയുന്നുണ്ട്. പ്രാർത്ഥനൊന്നും ആയില്ല. തന്റെ വിഷമം നാം വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തായി. ഉടനെ തനിക്ക് ഇതൊക്കെയാണ് ചിന്ത വന്നത്. ഞാൻ ജനിക്കാതിരുന്ന ഇതൊന്നും സംഭവിക്കരുത് ഇല്ലായിരുന്നുണ്ട്. എന്തൊരു പ്രശ്നമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതുപോലെ എഴുതി വെച്ചിരിക്കുമ്പോൾ നമ്മളൊക്കെ ആരാണെങ്കിൽ അതൊക്കെ നല്ല കാലം വരുമ്പോൾ അന്നേരെ വലിച്ചു കയറി ദൂരെ കളയും. ഏതാ രണ്ടാമതൊരു നല്ല കാലം ഉണ്ടായിരുന്നു, അതുവരെ നമ്മൾ ചിലപ്പോൾ ഇത് പറഞ്ഞു നോക്കിയിരിക്കും. കാരണം നമുക്ക് വേണ്ട ഒരു വോയിസ്. പക്ഷേ എല്ലാം തിരിച്ചു കിട്ടുന്ന ഉടനെ നിങ്ങളിൽ എത്ര പേരാ ഇതുപോലെ പറഞ്ഞിട്ടുള്ളത് രേഖപ്പെടുത്തി വെക്കുന്നത്? ആരെങ്കിലും വെക്കും? നമ്മളൊക്കെ ദേഷ്യം വരുമ്പോൾ പറഞ്ഞ കാര്യം നമ്മളെ എഴുതി വെച്ച് നോക്കിക്കുക, നല്ല സുഖം അറിയാം അല്ലേ? എന്നാൽ വേദപുസ്തകത്തിൽ ഇതുപോലെ എഴുതി വെച്ചിരിക്കുന്നതിന്റെ കാരണം നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവ് കാൽവരി ക്രൂശിൽ വെച്ചിട്ടുണ്ട്. അത് ദാവീദ് വിളിച്ചു പറഞ്ഞു, എന്റെ ദൈവം നീ എന്നെ കൈവിട്ടതുണ്ട്, ഞാൻ ഈ ദുഷ്ടന്മാരുടെ കയ്യിൽ പെട്ട് മരിച്ചു പോകുകയാണ്. അബ്രഹാം അതുപോലെയുള്ള അബദ്ധങ്ങളിൽ ഭക്തന്മാരൊക്കെ അത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ചെയ്തിട്ടുണ്ട്. നമ്മളത് ചെയ്യുവാനുള്ള നീതീകരണമല്ല, നമ്മുടെ ബലഹീനതയിൽ ഇരുട്ടത്തിൽ നാം വിളിച്ചു പറയുന്ന അബദ്ധങ്ങൾ കൊണ്ട് ദൈവം നമ്മെ എന്ത് ചെയ്യില്ല? കൈവിടുകയില്ല, തട്ടിക്കളയില്ല, ഉപേക്ഷിക്കുകയില്ല. അത് ഒന്നാമത്തെ എന്റെ പോയിന്റ്. രണ്ടാമത്തെ എന്റെ പോയിന്റ് എന്താണെന്നറിയോ? പാപത്തിന്റെ വലിപ്പമാണിത്. പാപം അത്രമാത്രം തന്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തെ രുചിച്ചറിയാൻ കഴിയാതെ പാപമാക്കിയപ്പോൾ അത് ദൈവപുത്രന് പോലും ദൈവ സാന്നിധ്യത്തെക്കാൾ വലിപ്പം തന്നിൽ വീണ പാപത്തിന്റെ ഘനം തോന്നിയെങ്കിൽ പാപം എപ്പോഴും ദൈവ സാന്നിധ്യത്തെ അകറ്റി നിർത്തുമെന്ന് നമുക്ക് തോന്നും. താൻ പാപം ചെയ്തിട്ടല്ല, പാപമാക്കിയപ്പോൾ നാം പാപം ചെയ്യുമ്പോഴും അത് തന്നെ നമുക്കും ഉണ്ടാകാം. എപ്പോഴും പാപം നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ
നമുക്ക് ദൈവ സാന്നിധ്യം രുചിച്ചറിയുവാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് യേശു നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാപത്തോടെ യാത്ര പറയുന്നതാണ് നല്ലത്, അല്ലേ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ദൈവ പൈതങ്ങൾക്ക് എപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ പാപമില്ലാതെ ജീവിച്ച യോബിനും, അല്ലെങ്കിൽ പാപത്തിൽ സാധാരണക്കാർ ചെയ്യുന്നത് പോലെ രസിക്കാത്ത അബ്രഹാമിനും ദാവീദിനും അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ പാപം കൂടെ ചെയ്താലോ അവര് ഊഹിച്ചു പറയും, എന്റെ യൗവനത്തിലെ പാപങ്ങൾ നിമിത്തമായിരിക്കാം ഇത്. കാരണം അന്നത്തെ പാപം എല്ലാം ക്ഷമിച്ചതാണല്ലോ. ദൈവം ഒരിക്കൽ ക്ഷമിച്ചാൽ പഴയ നിയമത്തിലെ നിയമത കാർമുകിലെ പോലെ മായ്ച്ചു കളയും, രക്താപുരം പോലെ ആയിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. പിന്നെ അതൊന്നും തിരട്ടി വരേണ്ട ഒരാവശ്യവും ഇല്ലാഞ്ഞിട്ട് പോലും പണ്ടൊരു കാലത്ത്, അതാണ് എന്റെ വിഷയം, ഞങ്ങൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം ഇതിന്റെ കാരണമെന്ന് ഇവര് ചിന്തിക്കാൻ കാരണം പാപത്തിന് അത്രമാത്രം ഘനമെന്നർത്ഥം. അപ്പോൾ നാം ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ക്ഷമിച്ചിട്ടും ഭക്തന്മാരായി ജീവിച്ചിട്ടും പാപം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുത്തി എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ പാപത്തിൽ ജീവിച്ചാലോ? ഇത് അനുഭവത്തിൽ ഈ സന്ദർഭം ഉണ്ടാകുന്ന സമയത്ത് പാപം ഉണ്ടായാലോ നാം ചിന്തിക്കേണ്ടതാണ്, ഇല്ലേ? അപ്പോൾ പാപം എന്ത് ചെയ്യും? ദൈവ സാന്നിധ്യത്തെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയാതെ ആക്കി തീർക്കും. യേശു പാപം ചെയ്തിട്ടല്ല, തന്റെ മുകളിൽ സകല പാപവും വിട്ടപ്പോ ഇരുട്ടിന്റെ ശക്തി അവിടെ ക്രൂരമായി തന്റെ ചുറ്റുമുണ്ടായിരുന്നപ്പോ താൻ ദൈവസന്നിധാനത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, യേശു ഇത് പറഞ്ഞതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നാം ഇത് പറയുമ്പോഴും അത് യാഥാർത്ഥ്യമാക്കണമെന്നില്ല. എന്താ? നാം ഇത് പറയുന്നെങ്കിലും എന്തായിരിക്കില്ല, അതൊരിക്കലും യാഥാർത്ഥ്യമാക്കണമെന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അടുത്ത തന്റെ പ്രാർത്ഥനകളൊക്കെയാണ്. താൻ അക്കൗണ്ട് കൊടുക്കുന്നുണ്ട് ദൈവത്തിന്. എന്താ കൊടുക്കുന്നത്? എന്റെ പ്രവൃത്തിയൊക്കെ തികച്ചും എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ പക്കൽ ഏൽപ്പിക്കും. അപ്പോൾ ഇതിന്റെ ഇടയിൽ എന്തുണ്ട്? ഈ ദൈവ സാന്നിധ്യം അറിയാതെ വരുമ്പോഴും ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന്റെ ശക്തി, ദൈവോദ്ദേശം ചെയ്യുന്നതിനുള്ള തന്റെ സംതൃപ്തി എല്ലാം മുന്നിലുണ്ട്. അത് ഞാൻ കാണുന്നുണ്ട് ഈ രണ്ടു വാക്യങ്ങളിൽ. എവിടെയാണ് താൻ പറയുക? എന്തേ? എല്ലാം നിവർത്തിച്ചു. ആരോടാ പറയുന്നത്? തനിക്ക് ആരോട് പറയാന്? ദൈവ സാന്നിധ്യം അറിയാതെ വരുമ്പോഴും എന്താ പറയാ? താൻ ദൈവത്തോടെ വിളിച്ചു പറയാ, ഞാനെല്ലാം നിവർത്തിച്ചത്. അപ്പൊ തനിക്കുള്ള ദൈവത്തിലുള്ള അർപ്പണമൊക്കെ നാം കാണുന്നത്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു എന്ന് ഫീൽ ചെയ്യുമ്പോഴും ടോട്ടലി ദൈവത്തോടുള്ള ആ പൂർണ്ണ ഉത്തരവാദിത്വത്തിലാണ് ജീവിക്കുന്നത്. അതെന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. നമ്മൾ അവിടെ വരുമ്പോൾ നമുക്കത് കൂടുതൽ ചിന്തിക്കാം. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന് വേണ്ടി നാം വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളത് ദൈവ സാന്നിധ്യം ഫീൽ ചെയ്യുന്നില്ലെങ്കിലും നാം ഏതവസ്ഥയിലാണെങ്കിലും അതിനെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണമെന്ന് യേശു പഠിപ്പിക്കുക. രണ്ടാമത്, ഈ പിതാവിന്റെ പക്കൽ ആത്മാവിനെ ഏൽപ്പിക്കണമെങ്കിൽ നല്ല സമയത്തൊക്കെ കൂടെ ഇരുന്നു, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് കൈവിട്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ആത്മാവിനെ ഏൽപ്പിക്കും? ഞാൻ ഏൽപ്പിക്കും. എല്ലാ നല്ല കാലത്തൊക്കെ ആരുണ്ടായിരുന്നു കൂടെ? ഒരു കഷ്ടത വന്നപ്പോൾ ആ സമയത്ത് മാത്രം മാറി നിന്നിരിക്കട്ടെ, ആളിന്റെ അടുക്കൽ ഏറ്റവും പ്രഷ്യസായത് ഏൽപ്പിക്കും. അപ്പോൾ അതിന്റെ അർത്ഥം അതൊന്നുമാണ്. ആണോ? മാറി നിന്നേ ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. തന്റെ ആ കഷ്ടതയിൽ
അന്ധകാര ശക്തിയുടെ ക്രൂരതയിൽ താൻ ഒരു മനുഷ്യനെ പോലെ നമ്മളോട് ഐഡന്റിഫൈ ചെയ്യുവാൻ താൻ പുത്രനാണെങ്കിലും, ആ വാക്യമാണ് നമ്മൾ ഓർക്കുക, പുത്രനാണെങ്കിലും. അപ്പൊ നമുക്കില്ലാത്തതൊന്നും ആർക്കും കൊടുത്തില്ല ദൈവം. മനുഷ്യൻ എന്ന നിലയിൽ കർത്താവിന് പ്രിവിലേജ് ഒന്നും കൊടുത്തില്ല. പുത്രനായിട്ടും നാം കടന്നു പോകേണ്ടതുപോലെ നിലവിളിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ഉറക്കെ കണ്ണുനീരോടുകൂടെ അഭയാതന കഴിക്കുകയും ഒക്കെ ചെയ്തു വന്നു. അപ്പൊ മക്കളാണ് എന്നും പറഞ്ഞിട്ട് കൈമുട്ടിയിരിക്കുന്ന അർത്ഥം അല്ലേ? എനിക്ക് പുത്രത്വമുണ്ട്, ദൈവം എല്ലാം ചെയ്തു തരണം എന്നും പറഞ്ഞ് ആരിരുന്നില്ല, യേശു ഇരുന്നില്ല. അങ്ങനെയല്ലേ ആ വാക്യം പറയുമ്പോൾ നോക്കി എബ്രായലേഖനം 5:8. അവിടെ അങ്ങനെയാ പറയുന്നത്, പുത്രനെങ്കിലും അപ്പോൾ ഇതൊന്നും എന്തായിരുന്നില്ല, യേശുവിൽ ഇല്ലാത്ത ഗുണമായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു യേശുവിന്. അവനെ കഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തില്ലായിരുന്നു, അനുസരണക്കേടൊന്നും ഇല്ലായിരുന്നു. എന്നാൽ നമ്മൾക്ക് കാണിച്ചു തരുവാൻ, അതാണ് ഞാൻ പറയുന്നത്. ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു, നിന്റെ ഏകജാതനായ മകൻ ഇന്ന സ്ഥലത്ത് യാഗിക്കാൻ. ദൈവത്തിന് നേരത്തെ അറിയാം അങ്ങനെ ചെയ്യുമെന്ന്. പക്ഷെ നമുക്കത് തെളിയിച്ച് കാണിക്കണമെങ്കിൽ അബ്രഹാം അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയത്തില്ല. എന്നാൽ ചെയ്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ദൈവം അത് അറിഞ്ഞത് ഇപ്പോൾ ഞാൻ അറിയുന്നു എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ദൈവം. അതിനു മുമ്പേ ദൈവം അറിഞ്ഞതാണ് ഇവൻ അങ്ങനെ ചെയ്യുമെന്നുള്ളത്. അത് പറഞ്ഞത് നമുക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടി എഴുതി വെക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ അതിൽ കൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പുത്രൻ കഷ്ടപ്പെടുന്നതിന് മുൻപ് തന്നെ അനുസരണമുള്ളവനായി. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ, കഷ്ടപ്പെടുമ്പോഴും പൂർണ്ണമായി അനുസരണം കാണിക്കുന്ന വ്യക്തിയായി, തികഞ്ഞവനായി, മറ്റുള്ളവർക്ക് മാതൃകയായി. അതാ 3 കാര്യങ്ങൾ: അനുസരിക്കുന്നവനായി, തികഞ്ഞവനായി, മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കാൻ. ഇതൊക്കെയും എഴുതി വെക്കുകയും കടന്നു പോവുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ നമ്മളോട് ഐഡന്റിഫൈ ചെയ്യുവാണ് കർത്താവ്. മനുഷ്യൻ എന്ന നിലയിൽ നമുക്കും ഇതുപോലെ ചിന്ത വരുമ്പോൾ, അല്ലെങ്കിൽ കർത്താവും അതിൽ കൂടെ കടന്നുപോയപ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തപ്പോൾ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും പറഞ്ഞാലും നമ്മുടെ നിജസ്ഥിതി മനസ്സിലാക്കി നമുക്ക് വേണ്ടി പിന്നെയും പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ പാപത്തിന്റെ വലിപ്പം, അത് മാത്രമല്ല നമ്മുടെ സ്വാഭാവികമായ ബലഹീനത, മാനുഷികമായി നമുക്കൊന്നും ക്ലെയിം ചെയ്യാനില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതാണ്. എത്ര പെർഫെക്റ്റ് ആണെങ്കിലും പ്രശ്നത്തിന്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ നമുക്ക് ആരെ വേണം? ദൈവത്തെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വേണം. അതില്ലെങ്കിൽ നമുക്ക് ആഘോഷമാവും. അതല്ലേ അത് പറയുന്നത്, നീ ഇല്ല എന്നുള്ളത്. നീ എന്താ എന്നെ കൈവിട്ടുള്ളത്? അപ്പോൾ ഏത് സമയത്തും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ആശ്രയ ജീവിയാണ് ആരെ? മനുഷ്യൻ. ആ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കി തീർക്കും. ഏത് ബുദ്ധിമുട്ടിലും ഏത് പ്രയാസത്തിലും ദൈവ സാന്നിധ്യമാണ് നമുക്ക് ആശ്വാസം നൽകുന്നത്. വേറെ ഒന്നിനും ഒരാശ്വാസവും നൽകുവാൻ കഴിയില്ല. അപ്പോൾ ഇന്നത്തെ ലോകത്തിന് ദൈവമില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് പ്രതീക്ഷയില്ലാത്തത്. യാതൊരു വിധത്തിലും ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്തത്. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മെ ഈ കാര്യങ്ങളിൽ കൂടെ പഠിപ്പിക്കുന്നത്, ഏത് സമയത്തും ദൈവിക സാന്നിധ്യവും ദൈവവും നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിന്റെ പ്രശ്നത്തിൽ, പ്രതിസന്ധിയിൽ ആകെയുള്ള പ്രതീക്ഷയാണ്. കാരണം എത്ര ശക്തനായിരുന്നാലും എത്ര മിടുക്കനായിരുന്നാലും അവരെല്ലാവരും ഒരു ശ്വാസം. ആ ശ്വാസം നമ്മളിൽ ഉള്ളിടത്തോളം കാലമേ എന്തുള്ളൂ? നമ്മുടെ ഗതയും നമ്മുടെ വിലയും
നമ്മുടെ മഹിമയും ഒക്കെ ഉള്ളൂ. ഈ ശ്വാസം പോയി കഴിഞ്ഞപ്പോ ആ മഹാനായ വ്യക്തി ഒരു ശവമെന്നാ പറയുന്നത്. എങ്ങോട്ട് പോവാ? ശവം കാണാൻ പോകുകയാണ്. ജീവനോട് കൂടി ഇരുന്നപ്പോ ആ പേരൊന്ന് വിളിച്ചു നോക്കിക്ക്, സുഖം അറിയാം അല്ലേ? അത് ജീവൻ എന്ന് പറയുന്ന ആ ശ്വാസം പോയപ്പോൾ ഒരു കുഴപ്പമില്ല. ആരെല്ലാം പറഞ്ഞാലും ശവം കാണാൻ പോയതാന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം. അപ്പൊ ഇത്രയുള്ളൂ നമ്മളുടെ മഹിമ. അപ്പോൾ ദൈവത്തിലുള്ള അർപ്പണവും ദൈവ സാന്നിധ്യവും ആണ് ജീവിതത്തെ വ്യത്യസ്തമാക്കി തീർക്കുന്നത്. അത് കർത്താവ് നമുക്ക് വേണ്ടി കാണിച്ചു തന്നൊരു മോഡൽ. ഭക്തന്മാർക്കെല്ലാം ആ അനുഭവം ഉണ്ടായി. നമ്മുടെ ചിന്താഗതികളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം, മാനുഷികമായി നമ്മുടെ പരാജയത്തെ, നമ്മുടെ വിഷമങ്ങളെ, നമ്മുടെ ഇമോഷനെ അതുപോലെ അംഗീകരിക്കുന്ന ഒരു കർത്താവ്. അതാണ് കർത്താവ് ബാക്കിയുള്ളതിനൊക്കെ നമ്മളോട് തുല്യനായി കാണിച്ചു തരുന്നത് പോലെ തന്നെ നമ്മുടെ ഇമോഷനുകൾ, ദൈവിക സാന്നിധ്യത്തിന്റെ കാര്യത്തിൽ താനും അവിടെയും നമ്മളോടൊപ്പം പോകുന്നു എന്നുള്ളതാണ് ആ വാക്യം പറയുന്നത്. ലാസ്റ്റ് പോയത് ദൈവവചനത്തിന്റെ പ്രാധാന്യം യേശു എപ്പോഴും മനസ്സിലാക്കിയിരുന്നു. തന്റെ ജീവിതത്തിൽ തന്നെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന വാക്യം ഉദ്ധരിക്കുവാൻ അവിടെയും താൻ അതെ വ്യാകൃതനായിരുന്നു അല്ലേ? അതിൽ താൻ ശ്രദ്ധ കാണിച്ചു. തന്നെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന ഈ വേദഭാഗം യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ അതിലും താൻ ശ്രദ്ധിച്ചു. കാരണം അടുത്ത വാചകത്തിൽ പറയുന്നുണ്ട്, തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടത് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പിന്നെയും പറയുന്നുണ്ട്. അപ്പോൾ തിരുവെഴുത്തുകളിൽ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒന്നും വിട്ടുപോകാതെ ഓർപ്പിക്കുന്നതും ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പൊ നമ്മെക്കുറിച്ചുള്ള ദൈവഗീതം അത് യാഥാർത്ഥ്യമാകുന്നത്, ദൈവദിനത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് പ്രാധാന്യമായിരുന്നു. അപ്പോൾ ഈ കാരണങ്ങളാലൊക്കെയാണ് യേശു ഈ വാചകം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കതെല്ലാം ആശ്വാസം നൽകുകയാണ്, സന്തോഷം നൽകുകയാണ്, പ്രതീക്ഷ നൽകുകയാണ്. ഏത് സമയത്ത് ഉള്ളതുപോലെ ദൈവസന്നിധാനത്തിൽ മറച്ചു വെക്കാതെ അടുത്തെഴുവാൻ ഇത് പ്രാപ്തരാക്കും. കാരണം ഒരു മുഖമൂടിയും നമുക്ക് വേണ്ട. നമ്മുടെ ഉള്ളതുപോലുള്ള അവസ്ഥ തുറന്നു പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒറ്റയാളെയുള്ള ഒരു ദൈവം. ഭാര്യയ്ക്ക് പറ്റില്ല, ഭർത്താവിന് പറ്റിയില്ല, കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകില്ല, അപ്പന് മനസ്സിലാകില്ല, ലോകത്തിൽ ഒരു മനുഷ്യർക്കും നമ്മെ ഉള്ളതുപോലെ അംഗീകരിക്കുവാൻ കഴിയില്ല. ഉള്ളത് യാഥാർത്ഥ്യം പറഞ്ഞു നോക്കിയാൽ എപ്പോഴെങ്കിലും ഇടർച്ചയുണ്ടാകും. എന്നാൽ ഇടർച്ചയില്ലാത്ത, തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്ത, മനസ്സിലാക്കുന്ന, കരുണ തോന്നുന്ന, നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഹസ്തം നീട്ടിത്തരുന്ന ദൈവത്തെ കാണിക്കുവാൻ ഈ ഭാഗം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ദൈവത്തെ, എത്ര ശ്രേഷ്ഠനായ കർത്താവിനെയാണ് നമുക്ക് ആരാധിക്കുവാൻ ഭാഗ്യം തന്നിരിക്കുന്നത്. ആ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം.